നമസ്കാരം. ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. തമിഴിൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് റൂട്ട് നമ്പർ 17. എല്ലാ ആർട്ടിസ്റ്റിനെ പോലെയും വലിയൊരു ആഗ്രഹമായിരുന്നു തമിഴിലൊരു മൂവി ചെയ്യുക എന്നുള്ളത്. ഒരു വേറൊരു ലാംഗ്വേജിൽ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു റോള് തീർച്ചയായിട്ടും തരുമ്പം എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വലിയൊരു കാര്യമാണ്. കാരണം ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ക്യാമറമാൻ ആയിക്കോട്ടെ, അഭിലാഷ് ചേട്ടനായിക്കോട്ടെ വിശ്വസിച്ച് തന്നു. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ചെയ്തു വെച്ച വർക്ക് എല്ലാവർക്കും ചിലപ്പം അറിയാമായിരിക്കാം. MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഒരു തോട്ടാണ്, ആ കുട്ടിയാണോ ഈ കുട്ടി എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റോള്, ആ ഒരു ക്യാരക്ടർ മാറി ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്. തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ അതേപോലെ ഇതിൽ അഭിനയിച്ച എല്ലാവരും തീർച്ചയായിട്ടും അഭിലാഷേട്ടനും അഖിലേട്ടനും പിന്നെ മദനൻ സാറ്, ജിത്തൻ സാറ്, ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ്. സാറ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, സാറ് ഞങ്ങളെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം തിയേറ്ററിൽ എത്ര ആൾക്കാർ കയറി അതപ്പം വിളിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആർട്ടിസ്റ്റുകളെ ആണെങ്കിൽ ശരി, നമ്മളെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഔസേപ്പ് ബച്ചൻ സാർ സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് സെറ്റായിരുന്നു റൂട്ട് നമ്പർ 17. അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, ആളെ ചിരിച്ചു നിൽക്കും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എല്ലാത്തിലും ഇടപെടുന്നു, എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നു. അല്ലല്ല ഞാൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. അപ്പോ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും 100% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിലൊരു എന്താ പറയാ, 110 ഒരു ഹൈയസ്റ്റ്, നമ്മൾ പറയില്ലേ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയാം. ആദ്യത്തെ പടമാണെന്ന് പറഞ്ഞു ഈ കുട്ടി. പക്ഷെ ആദ്യത്തെ പടമായിട്ടല്ല തോന്നിയത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മിനിമം ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ചു വന്നിട്ടുള്ള ഒരു ഹീറോയിൻ എന്തൊക്കെ ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ ഇത്രയും ബോഡി ലാംഗ്വേജും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരായാലും പേടിച്ചു പോകും. കാരണം ഭയങ്കര ധൈര്യമാണ്. താഴ്ത്ത് വീഴാനും ശരി, ബുദ്ധിയില്ലാത്തതുണ്ടാവും. അതെനിക്കറിയില്ല. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണ്. പേടിക്കാനുള്ള ബുദ്ധി, ധൈര്യമാണ്, അവരുടെ പാഷനാണ്, ഡെഡിക്കേഷനാണ്. അവർ ബേസിക്കലി ഒരു ആർട്ട്, അവരുടെ പ്രൊഫഷൻ ഈ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് ആണ് എയർ ഇന്ത്യയിൽ അല്ലേ. ശരി, ഓക്കെ. അത് എനിഹൗ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതില് നമ്മളൊക്കെ ബാക്കി എല്ലാവർക്കും റോള് ചെയ്യാനുണ്ട്. ഇതിലിപ്പോ ഈ ഹീറോ അഖിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഹീറോ പകുതിയിൽ വെച്ചിട്ട് നമ്മൾക്ക് നഷ്ടമാകും, മരണപ്പെട്ടു പോകുന്ന ഒരു കഥയാണ്. അത് സസ്പെൻസ് ഞാൻ ഇപ്പൊ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾ അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ, ഫുൾ പിക്ചറിൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മദൻ എന്ന് പറഞ്ഞ അരുവി അല്ലേ, അദ്ദേഹം ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴില്. തമിഴ്നാട്ടിൽ പോയിട്ട് മദനെ കുറിച്ച് അന്വേഷിച്ചറിയും. അദ്ദേഹം അവിടുത്തെ ഒരു പുലിയാണ്. സത്യത്തില് സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എന്താ പറയാ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മദൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടിയാണ്. അത്രയും
ത്രില്ലിംഗ് ആയിട്ട് അത്രയും വൈഭവത്തോട് കൂടിയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു മദനാണ്. പക്ഷെ ആ ആക്ടർ ഇന്നിവിടെ കേരളത്തില്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നു വളരെ പാവത്തിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലത്തെ. അദ്ദേഹം ഇവിടെ വന്നതിന്റെ കാരണം ഈ പടം അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹമാണ് കൂടുതൽ പ്രൊഡ്യൂസറായിട്ട് ഡയറക്ടറായിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വെൽക്കം. യു ക്യാൻ കണ്ടിന്യൂ. എനിക്ക് നടുവിൽ ഇന്ററപ്റ്റ് ചെയ്തു മാത്രമേ. സാർ ഈ പറഞ്ഞ എൻ്റെ ജീവിതം തന്നെ സഫലമായി, ധന്യമായി. അതെ, താങ്ക് യു സോ മച്ച് സർ. അപ്പം എല്ലാവരും ഈ പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളതിൻ്റെ കാരണം, ഞങ്ങൾ ഇപ്പോൾ തോന്നുന്നു ഒരു 10 തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ 10 തിയേറ്ററിൽ നമുക്ക് വേറെ വേറെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാലേ ഈ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം മനസ്സിലാവും. നമ്മൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് എല്ലാവരും മാക്സിമം. അത് ശരിയാ, ആദ്യം തിയേറ്ററിൽ കാണും, എന്നിട്ട് നമുക്ക് OTT കാണാം. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ മൂവി മലയാളികൾ, ഈ ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, തമിഴല്ലേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇതിലില്ല. അപ്പം നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതൊന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ ചിലവർ പറയും ഹൊറർ മൂവിയാണോ എന്ന് ചോദിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് കുട്ടികളെയൊന്നും കൂടി വരില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് വരരുത്. അതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. അപ്പം എല്ലാവരും വന്ന് നമ്മുടെ മൂവി കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.